ഫ്രണ്ട്സ്, പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലേ, ഇന്നലെ LGSൻ്റെ മെസ്സേജൊക്കെ വരാൻ തുടങ്ങി. സെക്കൻഡ് സ്റ്റേജിൻ്റെയാണ് പെട്ടെന്ന് വന്നത് അല്ലേ. സംഭവം 89ലാണ് മാർക്ക്. അപ്പോൾ 89 മാർക്കാകുമ്പം വാല്യുവേഷൻ കഴിയാനും പെട്ടെന്ന് തീർന്നത് കൊണ്ടാണ് അവർ പെട്ടെന്ന് ഇടുക്കിയുടെയും പിന്നെ മലപ്പുറത്തിൻ്റെയും പെട്ടെന്ന് എടുത്തിട്ടത്. അപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞ OCയുടെ ഇടുക്കിയുടെ മാർക്ക് 55 പിന്നെ മലപ്പുറത്തിലെ OCയുടെ ലാസ്റ്റ് മാർക്ക് 64 എന്നാണ്. അപ്പോൾ ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും കട്ട് ഓഫ്. അപ്പം മറ്റ് ജില്ലകളുടെ അതുപോലെ ഇത്രയും കുറഞ്ഞ മാർക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. മലപ്പുറത്തൊക്കെ 64 മാർക്ക് 89 പറയുമ്പം അത് ഏകദേശം വലിയൊരു മാർക്ക് തന്നെയാണ്. പിന്നെയും ഇടുക്കി അത് വെച്ച് നോക്കുമ്പം കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ അതിനൊപ്പം നടന്നതാണ് ഈ കണ്ണൂരും പത്തനംതിട്ടയും. അപ്പോൾ ഈ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ കണ്ണൂരിൽ ഒരു 66 വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പത്തനംതിട്ടയിൽ ഒരു 52 അതിനകത്തും വരും. പിന്നെ മറ്റു ജില്ലകളുടെയും പെട്ടെന്ന് തന്നെ വരാനാണ് ചാൻസ്. ഈ LDC പോലെ നീണ്ടുപോകാനൊന്നും ചാൻസ് ഇല്ല. LDC ഡിസംബറിലൊക്കെ LDCയുടെ പ്രൊഫൈൽ മെസ്സേജ് വരാൻ തുടങ്ങി. ഈ ഫെബ്രുവരിയുടെ പകുതിയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞതല്ലേ. ഇപ്പോൾ നമുക്ക് LGSയുടെ ഫെബ്രുവരി പകുതിയിൽ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഈ ലാസ്റ്റ് ആകുന്നത് വരെ പകുതി ജില്ലയോളം വരും. അഥവാ ഈ കണ്ണൂരും പത്തനംതിട്ടയും പിന്നെ കൊല്ലം, പാലക്കാട്, വയനാട്, കാസർഗോഡ് ഇത്രയും ജില്ലകളുടെ ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ മാർച്ച് പകുതിയോടെ ബാക്കി ജില്ലയും കൂടി വരും. പിന്നെ കട്ട് ഓഫ് ഒരുപാട് അങ്ങോട്ട് താഴ്ന്നൊന്നും പോകാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. എന്ത് ചോദിച്ചാൽ ഈ 89 തന്നെയാണ് ഇത്രയും കട്ട് ഓഫ് വന്നിരിക്കുന്നത്. മലപ്പുറം എടുത്ത് വെച്ച് നോക്കി നമുക്കറിയാം. ചെറിയ ജില്ലയുടെ കണക്കാക്കണ്ട ഇടുക്കിയുടെ. ഈ മലപ്പുറം പറയുന്നത് ഏകദേശം കുറച്ച് വലിയ ജില്ലയാണ്, അത്യാവശ്യം എക്സാമിന് ആൾക്കാരുള്ളൊരു ജില്ലയുമാണ്. എന്നിട്ടും അവിടെ കട്ട് ഓഫ് 64 വന്നു പറയുമ്പോൾ ഏകദേശം നല്ലൊരു മാർക്ക് തന്നെയാണ് അവിടെ കാണും. എല്ലാ ജില്ലകളിലും കട്ട് ഓഫ് വലുതായിട്ട് വരാനാണ് ചാൻസ്. എന്ന് പറഞ്ഞാലും ആൾക്കാർ ലിസ്റ്റിൽ കുറവാക്കുന്നത് കൊണ്ട് തന്നെ ഏകദേശം കട്ട് ഓഫ് ഉയർന്ന് നിൽക്കും. പിന്നെ ഈ എക്സാമിൽ ഈ LGS എക്സാമിൽ തന്നെ ടഫ്നെസ് ഉള്ള എക്സാം ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഇനി വരുന്ന ജില്ലകളുടെ ഈ അടുത്തായിട്ട് തന്നെ അറിയാനും കഴിയും. പിന്നെ മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യ ആഴ്ച തന്നെ ഷോർട്ട് ലിസ്റ്റ് വരും. പിന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ക്ലിയർ ആയിരിക്കും. പിന്നെ പറയാനുള്ളത്, ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ നോക്കണം. അപ്ലോഡ് ചെയ്യുമ്പോൾ വേണ്ടത് എന്തെല്ലാം ചോദിച്ചാൽ പലർക്കും അറിയില്ല. സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം, ആധാർ വേണം, പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. അവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒരിക്കലും അപ്ലോഡ് ചെയ്യേണ്ട. 10ാം ക്ലാസ് സ്കൂൾ സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ സെൽഫ് ഡിക്ലറേഷനും അഥവാ സെൽഫ് ഡിക്ലറേഷൻ പറയുമ്പോൾ ഡിഗ്രി ഇല്ല എന്നതിനുള്ളൊരു പേപ്പറാണ്. അത് നമുക്ക് ഈ മെസ്സേജ് വരുന്നതിനൊപ്പം തന്നെ വരും. ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ വേണ്ടത് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്. അത് വില്ലേജ് ഓഫീസിൽ നിന്നും കിട്ടും. നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റിന് അച്ഛൻ്റെയും അമ്മയുടെയും സ്കൂൾ സർട്ടിഫിക്കറ്റ് മെയിനായിട്ട് വേണം. പിന്നെ സാമ്പത്തികമായി പുറകോട്ട് നിൽക്കുന്നവർക്കുള്ളതാണ് EWS സർട്ടിഫിക്കറ്റ്. അതും പ്രൊഫൈലിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതും തരുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. പിന്നെ പലർക്കും അഥവാ ആദ്യമായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരുന്നത് എവിടെ, ഈ മെസ്സേജ് വരുന്നത് പ്രൊഫൈലിൽ എവിടെയാണ് എന്നുള്ളത് ഡൗട്ട് ഉണ്ടാവില്ലേ. അപ്പോൾ ഞാൻ അതും കൂടി പറഞ്ഞുതരാം. നമ്മൾ ഗൂഗിളിൽ പോയിട്ട് കേരള PSC തുളസി എന്ന് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാസും ID ഉപയോഗിച്ച് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇതിൽ പ്രൊഫൈൽ മെസ്സേജ് എവിടെ വരുന്നതാണ് എല്ലാവർക്കും ഡൗട്ട് അല്ലേ. ഞാനിങ്ങനെ റെഡ് കളറിൽ റിങ്ങിട്ട് വെച്ചിട്ടില്ലേ, ഇതിലായിരിക്കും പ്രൊഫൈൽ മെസ്സേജ് വരുന്നത്. ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് നമുക്ക് മെസ്സേജ് കണ്ടില്ലേ. 14/2/2025 വന്ന മെസ്സേജ്, പ്രൊഫൈൽ മെസ്സേജ് 535/2023 വന്നതാണ്. ഇതിൽ കണ്ടില്ലേ, സെൽഫ് ഡിക്ലറേഷനും EWS സർട്ടിഫിക്കറ്റും കണ്ടോ, റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡിക്ലറേഷൻ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് PDF ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് അക്ഷയയിലോ അല്ലെങ്കിൽ കഫേയിലോ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് നമ്മുടെ കൈപ്പടെ നമ്മൾ എഴുതുക. അന്നത്തെ ഡേറ്റും അപ്ലോഡ് ചെയ്യുന്ന ദിവസം എന്നാണോ അന്നത്തെ ഡേറ്റ്. പിന്നെ നമുക്ക് രജിസ്റ്റർ നമ്പർ വന്നിട്ടുണ്ട് 6 അല്ലേ. ആ നമ്പറും പിന്നെ അതിനോടൊപ്പം നമ്മുടെ സൈനൊക്കെ എഴുതിയിട്ട് ഡൗൺലോഡ് ചെയ്യണം. അതുപോലെ EWS സർട്ടിഫിക്കറ്റ് അതിനടുത്ത് തന്നെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ EWS സർട്ടിഫിക്കറ്റ് കിട്ടും. അതും വില്ലേജ് ഓഫീസറിനാണ് ശരിയാക്കി തരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ
കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഞാൻ അപ്പോൾ തന്നെ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്